ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. വിഷു ഒരു 2 പടങ്ങളുണ്ട്, വാഴ 2, പള്ളിച്ചട്ടമ്പിയുടെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. ആദ്യം വാഴ 2ലേക്ക് പോകാം. വിപിൻ ദാസിൻ്റെ തിരക്കഥയും സാവിൻ്റെ സംവിധാനമാണ് വാഴ 2. ഹാഷിർ, അലൻ, പിന്നെ അജിൻ, പിന്നെ നമ്മുടെ വിനായക് ഇവരുടെ ടീമാണ് അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഒരു ഗംഭീര സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല ചിരിക്കാനും സെക്കൻഡ് ഹാഫ് നല്ല കരയാനും പിന്നെ ഒരു ആക്ഷൻ ബ്ലോക്കും എല്ലാം കൊണ്ട് ഒരു മികച്ചൊരു സിനിമ. കാരണം സിനിമയുടെ ബഡ്ജറ്റ് തന്നെ 10 കോടിക്ക് താഴെയാണ്. ഇപ്പം തന്നെ സിനിമ ഏകദേശം 175 കോടി ടച്ച് ചെയ്യാറായി. അപ്പം പവർഫുൾ ഒരു ആദ്യ സിനിമ തന്നെ 100 കോടിക്ക് മേളിലും കഴിഞ്ഞ് 175 കോടിയായി. ഇപ്പോൾ 200 കോടി ടച്ച് ചെയ്യാറായി. എന്താ സിനിമയെ വേറെ ലെവൽ സിനിമ. ഒരുപാട് ബോയ്സിൻ്റെ നമ്മുടെ ആൺകുട്ടികളുടെ കഥയുടെ ജീവിച്ച് അനുഭവിച്ചതും അതുപോലെ തന്നെ ഇപ്പം ജീവിക്കാൻ പോകുന്ന കഥ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. പിന്നെ രക്തബന്ധത്തിൻ്റെ കഥകളും സ്നേഹങ്ങളും പിന്നെ നമ്മുടെ ബന്ധുക്കളും അയൽവക്കക്കാരും പിന്നെ ഇവിടെ ഫ്രണ്ട്സ് നാട്ടുകാർ ഇതെല്ലാം എടുത്ത് കിടിലൊരു വെച്ചിട്ടുണ്ട്. കാരണം വിപിൻ ദാസ് എന്ന് പറയുന്ന തിരക്കഥാകൃത്തും സാവിൻ്റെ സംവിധായകനും വളരെയധികം നന്ദിയുണ്ട്. ഇതൊരുപാട് കാലമായിട്ട് പറയാതിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇത് സിനിമയൊക്കെ എടുത്ത് വെച്ചു എല്ലാവരും കരഞ്ഞു തിയേറ്ററിലിരുന്ന്. സത്യം പറയാമല്ലോ, ഞാൻ ഉൾപ്പെടെ കരഞ്ഞുപോയി. കാരണം വെച്ചാൽ ആദ്യ ഭാഗം നല്ല ചിരിക്കുകയാണ്. നമ്മളെ കുഡൂസ് മീഡിയയിൽ അവർ വന്നൊരു തൂത്തുവരൊക്കെ ഉണ്ട് ഫസ്റ്റ് വന്ന്. പിന്നെ ഹാഷർ പൊളിച്ചടിക്കുക. ഹാഷർ, വിനായക, അലൻ, പിന്നെ നമ്മുടെ വിനായക അടിച്ച് പൊളിച്ചടിക്കുക. അജിനൊക്കെ രക്ഷയില്ല. പിന്നെ ബിജുക്കുട്ടൻ ചേട്ടൻ്റെ അഭിനയം എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ വിനായകൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ബിജുക്കുട്ടൻ ചേട്ടൻ വേറെ ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്, വേറെ ലെവലായിട്ട്. പിന്നെ വിഷുവിനൊരു പടക്കം പൊട്ടിക്കുന്ന ചേട്ടൻ്റെ അതും ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്ന് കണ്ട് ചിരിച്ചവർക്ക് ഈ സിനിമ ഇന്ന് കാണുമ്പോൾ ഒരു വിങ്ങലാം. ആ ഒരു കണ്ടൻറ്റ് പിടികിട്ടുക അത് കാണുമ്പോൾ തന്നെ. അങ്ങനെ എല്ലാം എടുത്തു വെച്ച് നോക്കിയ സിനിമയിൽ നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അതിനുള്ള അവസരം പോലും അവർ വെച്ചിട്ടില്ല. കിടില നല്ല എന്ത് പറയാം, നല്ല ഫുൾ പാക്ക് കോംബോ സിനിമയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ഇപ്പം തന്നെ വാഴ സിനിമ കണ്ടു നോക്ക്. കിട്ടില്ല സിനിമയാണ്. ഫാമിലിയായിട്ടൊക്കെ പോയി കണ്ടു നോക്കണം. ആർക്കായാലും ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വാഴ 2 എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.